കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്തേക്ക് എത്തുകയും ശോഭന അടക്കമുള്ളവർ പ്രചരണ രംഗത്ത് സജീവമാകുകയും ചെയ്തതോടുകൂടി തലസ്ഥാന നഗരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്തും സംഭവിക്കാവുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പ്രവചനാതീതമായി കേരളത്തിലെ മത്സരം നടക്കുന്ന ഒരേ ഒരു ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമായി മാറിയിരിക്കുന്നു. ഇവിടെ എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി സി.പി.ഐയുടെ സ്ഥാനാർത്ഥി പന്ന്യം രവീന്ദ്രനും ശക്തമായി തന്നെ പ്രചരണത്തിലുണ്ട്. ആദ്യഘട്ടത്തിൽ വളരെ പിന്നാക്കമായിരുന്നു ഈ എൽ.ഡി.എഫിൻ്റെ പ്രചരണ പരിപാടികളെങ്കിൽ ഇപ്പോൾ അവരും അല്പം മുന്നേറാനുള്ള ശ്രമത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും തമ്മിലാണ്. വരും ദിവസങ്ങളിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഒരു വലിയ വിഭാഗം ചിലപ്പോൾ ഒരുപക്ഷെ പിളർന്ന് എൻ.ഡി.എക്ക് പിന്തുണയുമായി എത്തുമെന്ന് ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. ഒപ്പം തന്നെ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഷൈനാണ്. ഷൈൻ്റെ പ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. ഏതായാലും ബി.ജെ.പിക്ക് വോട്ടുകൾ കുറവ് ലഭിക്കുന്ന നെയ്യാറ്റിങ്കര, കോവളം തുടങ്ങിയ മേഖലയിലൊക്കെ ബി.ജെ.പിയുടെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഒരു നേരിയ മുൻതൂക്കം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.